ഹായ്, എല്ലാവർക്കും ഫാൻറ്റസി വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ദേ ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇക്കാക്ക് കാപ്പി കൊടുത്തു വിടണം. അപ്പം ഞാൻ ചായ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ട്. പിന്നെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശയും കടലക്കറിയാണ്. അതിന് കടല ഞാൻ ദേ കുക്കറിനകത്തോട്ട് തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചാണ് അത് കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടല വേകാനുള്ള വെള്ളവും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം പാലപ്പത്തിൻ്റെ മാവ് കൊണ്ടും ദോശയുടെ മാവ് കൊണ്ട് ഇക്കാക്ക് ദോശ മതിയെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ചായക്ക് വെച്ച വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഞാനതൊന്ന് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൂടെ പാലും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് ചായ ഇടുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി കട്ടിയുള്ള ചായ ഇഷ്ടമല്ല ഇവിടെ ആർക്കും. കട്ടി കുറച്ച് നമ്മുടെ ചായക്കടയിലൊക്കെ ഇടുന്ന ആ ഒരു ചായയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ വേണ്ട നമ്മുടെ കടലയിലോട്ട് ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോന്നായിരുന്നു ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ചായ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. കടലയ്ക്ക് വേണ്ടുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇനി. അപ്പം നമ്മുടെ ചായ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് രാവിലെ ചായ മാത്രം കുടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ കാപ്പി കൊടുത്തു വിടും. എന്നും രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. അപ്പോൾ ഇക്കായും കൂടെ എൻ്റെ കൂടെ എണീക്കും. ഞാൻ അതേ ചായ ഒഴിക്കുകയാണ്. മധുരം ഞങ്ങൾ ചായയിൽ നേരത്തെ ഇടത്തില്ല, കാരണം ഇവിടെ ആർക്കും അധികം മധുരം വേണ്ട. അപ്പം മിക്കാക്കും എനിക്ക് നല്ല മധുരം വേണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് മാറ്റിയിട്ട് പിള്ളേർക്കും അതുപോലെ തന്നെ മധുരം വേണം. അപ്പം ഞങ്ങൾ എനിക്കുള്ളത് മാറ്റിയതിന് ശേഷം ഞങ്ങൾക്കുള്ളത് മാറ്റിയതിന് ശേഷം അവർക്ക് മധുരം ഇടാത്ത ചായ വേറെ അടച്ച് വെക്കും. അപ്പം ഞാനതൊന്ന് അരിപ്പ് വെച്ച് അഴിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് ഇക്കാക്കുള്ളത് ഒഴിച്ച് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വീട്ടിലിപ്പോൾ ഉമ്മാടെ ഉമ്മായും പിന്നെ എൻ്റെ അനിയത്തിയും അവളെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ്. അപ്പം കുഞ്ഞ് വാവയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉറങ്ങും. രാവിലെ 6 മണിയൊക്കെ ആയോളൂ. അപ്പം രാത്രി ഇന്നലെ ഇച്ചിരി സാധാരണ നമ്മൾ കരയാറില്ല. ഇന്നലെ ആയപ്പം ഇച്ചിരി രാത്രി കരഞ്ഞതൊന്നുമില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ചൂടെടുത്തിട്ടോ എന്താ ബുദ്ധിമുട്ട് പോലെ ഇച്ചിരി താമസിച്ചു, ഉറങ്ങാൻ താമസിച്ചു. കൻസു പകൽ നല്ലപോലെ രാത്രി 7:30 വരെ കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് കൻസു ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ദോശയ്ക്ക് മാവ് ഒഴിച്ച് ദോശ ചുട്ട് ഇതിൻ്റെ കൂടെ തന്നെ ദോശയും ചുടുന്നുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൻ്റെ ഒരു ഫിസിൽ വീണിട്ടുണ്ട്. ഒരു 3 ഫിസിൽ അടിച്ചതിന് ശേഷം അത്രേ ഞാൻ കുക്കർ ഇറക്കത്തുള്ളൂ. എന്നാലേ കടല നല്ലപോലെ വേഗത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതും കൂടെ ആയിരുന്നു. നമ്മുടെ കടലയും കൂടെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുക്കർ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ദോശമാവ് തലേന്ന് ആട്ടി വെച്ചാണ്. അപ്പം ഇക്കാക്ക് ദോശ മതിയെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ 2 പാലപ്പം കൂടി ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചുട്ട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് വെക്കുന്നത്. ചതച്ച് ഇടികല്ലിനകത്ത് വെച്ച് ചതച്ചാണ് ഇടുന്നത്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 7 മന്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം രാവിലെ എണീക്കുമ്പം കാലിൽ നല്ല മസിൽ പിടുത്തമാണ്. അപ്പോൾ കാലിന് ഇച്ചിരി നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ രാവിലെ എണീറ്റ് ഫുഡ് കൊടുത്തു വിടാനുള്ളതുകൊണ്ട് നേരത്തെ എണീക്കും. പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ ഞാനൊന്ന് പോയി കിടക്കും. പിള്ളേരുമായിട്ടൊന്നും കിടക്കൊന്നും നടക്കത്തില്ല. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയും ഒരു പച്ചമുളകുമാണ് ഇടുന്നത്. അപ്പം ഞാൻ അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കുറച്ച് ഉപ്പേ ഇടത്തുള്ളൂ, കാരണം നമ്മുടെ കടലയ്ക്കകത്ത് ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ലേശം ഒരു ഉപ്പ് ആ സവോള ഒന്ന് വാടി വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപ്പ് ഇടുന്നത്. അപ്പം ലേശമേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് നല്ലപോലെ വഴണ്ടി വരട്ടെ. നമ്മുടെ സവാളയ്ക്കകത്തോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ദോശയും ചുട്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പം നമ്മുടെ സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ടി
അപ്പം ഞാൻ കടലക്കറി വെക്കുന്നത് ഇങ്ങനെയാണ്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ട് പഠിച്ചതാണ് കേട്ടോ കടലക്കറി ഇങ്ങനെ വെക്കാൻ. അപ്പം ദേ ഇതിനകത്തോട്ട് കുറച്ച് കടല എടുത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കറി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ ഞാനിതൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ സവോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു പകുതി തക്കാളി കൂടെ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുറേശ്ശെ ചെറുതായിട്ടാണ് കട്ടി കുറച്ച് അരിഞ്ഞിടുന്നത്. അപ്പം പെട്ടെന്ന് വാടി വരും. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് കട്ടി കുറച്ച് അരിഞ്ഞിടുന്നത്. അങ്ങനെ ഞാനിതേടെ കട്ടി കുറച്ച് അരിഞ്ഞിടുവാണ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയാണ് കടലക്കറി വയ്ക്കുന്നത്. പിന്നെ ഈ താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കടുകിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് കൂടെ ഇട്ടാലും നന്നായിരിക്കും. നമ്മുടെ ഉണക്കത്തേങ്ങയുടെ കൊത്ത് അരിഞ്ഞിടുന്നത് നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ രാവിലെ ആയതുകൊണ്ടാണ് ഇടാത്തത്. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ആവശ്യത്തിന് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കടലയ്ക്കകത്ത് വേകാൻ വെച്ചിരുന്ന ആ വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അതേ ഞാൻ കടല കൂടി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് കടല ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കടലക്കറി വെച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കൂടി കമൻറ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കടലകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന കടലയും ഇട്ട് കൊടുക്കാം. ഞാൻ കടല കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് കോരി ഇടുന്നുണ്ട്. കുക്കറിനകത്തിരുന്ന കടല വെള്ളം ഇല്ലാതെയാണ് കോരി ഇടുന്നത്. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. കടലക്കറിയിലോട്ട് കടല അരച്ച് വെച്ചിരിക്കുന്നതിനെയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ, പിന്നെ നമ്മൾ കുക്കറിനകത്ത് വെള്ളം വേകാൻ വെച്ചില്ല, കടല വേകാൻ വെച്ച ആ വെള്ളം കൂടി ഈ ജാറിനകത്ത് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഒഴിക്കാം. കടലക്കറിയിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ കടലക്കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരാം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് നമ്മൾ കടലക്കറി ഇട്ടിരിക്കുന്നത്. വെള്ളം പോലെയൊന്നും അല്ല, നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. പിന്നെ ഞാൻ പാലപ്പത്തിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പാലപ്പവും ആയിട്ട് ഇക്കാവ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു. കടലക്കറി ആയിട്ടുണ്ട്, ദോശയായിട്ടുണ്ട്. അപ്പോൾ 2 പാലപ്പവും കൂടി ഞാൻ ഇക്കാവ് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആ പാലപ്പവും കൂടി എടുക്കുവാണ്. 2 എണ്ണം മതിയെന്ന് പറഞ്ഞിട്ടാക്ക്. അപ്പോൾ ഞാൻ അതുകൂടെ എടുക്കുവാണ്. ഇതിനിടയ്ക്ക് പിള്ളേരാരെങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ ഈ പണിയൊന്നും നടക്കത്തില്ല. ഇത് പെട്ടെന്നെല്ലാം ഞാൻ ആക്കിയപ്പോഴത്തേക്കാക്ക് പാത്രത്തിനകത്തോട്ട് വെച്ച് കറി വേറൊരു സെപ്പറേറ്റ് പാത്രത്തിനകത്തോട്ട് വെച്ചാണ് കൊടുത്തു വിടുന്നത്. നമ്മുടെ ദോശയും കടലക്കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി കൂടെ ചുടണം. അപ്പോൾ ഇക്കായ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ബാക്കിയെല്ലാം ചുട്ട് അരിയൊക്കെ അടുപ്പത്തിട്ട് രാവിലത്തെ പണികൾ ഏകദേശം തുടങ്ങും. അപ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാവരും എണീറ്റ് വന്നിട്ട് ബാക്കി പണികൾ അവരൂടെ ചെയ്യും കേട്ടോ. അതേ നമ്മൾ കറിയെല്ലാം ഒഴിച്ച് കാക്ക് കൊടുത്തു വിടുവാണ്. ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തോട്ട് ഒരു കൂടിനകത്തോട്ട് കവറിനകത്തോട്ട് ഇട്ടിട്ട് ഇതൊന്ന് കെട്ടി ഇക്കടെ ബാഗിനകത്തോട്ട് വെച്ച് കൊടുത്തു വിടുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഇനി ഇടുന്നതായിരിക്കും. അപ്പം എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ
അതേ ഇക്ക പോവാനിറങ്ങി പോവാണ്. രാവിലെ 6:30 ഒക്കെ ആയതേ ഉള്ളൂ, 7 മണി ആകുന്നതേ ഉള്ളൂ. അപ്പം